ഹായ് നമസ്കാരം. മാർക്കറ്റ് റൂൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഇന്ത്യ ട്രേഡ് ടാരിഫ് എഗ്രിമെൻറ്റ് എന്നുള്ളതാണ്. ട്രേഡ് ഡീലായിട്ടില്ല, ബിക്കോസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതൊരു ട്രേഡ് ഡീലായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിൻ്റെ സൈഡിൽ നിന്നും കൺഫർമേഷൻസ് വന്നിട്ടുണ്ട്. എക്സിനകത്ത് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാമെന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് കാരണം മാർക്കറ്റ് അതിഭീകരമായിട്ടുള്ള ഒരു ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്ഷൻ ട്രേഡർ സാധാരണ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആദ്യത്തെ 15 മിനിറ്റ് വളരെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു അവറാണ്, റിസ്കീം ആണ്. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഷുവർട്ടി ഇല്ല. ബിക്കോസ് മാർക്കറ്റിൻ്റെ പ്രീമിയത്തിൻ്റെ ഒക്കെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മൂണിലെത്തുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുക. സോ ലിറ്ററലി ഈ സൈഡിൽ എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലെറ്റ് സി. അതുപോലെ തന്നെ ആ ഓപ്പൺ ചെയ്യുന്ന പ്രൈസിന് ചിലപ്പോൾ പെട്ടെന്ന് പ്രീമിയത്തിനകത്തൊരു ഡൗൺഫോളും വന്നേക്കാം. ഇപ്പോൾ എല്ലാവരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പ്രീമിയം താഴേക്ക് വന്നേക്കാം. സോ കുറച്ച് ട്രിക്കിയാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് ഡീലിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ വെറും 18% ചുരുങ്ങിയിട്ടുണ്ട്. സോ 57-ൽ നിന്ന് 18 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ലെറ്റ് സി. അത് വളരെ എവിഡൻ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബഡ്ജറ്റിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇവിടെ ഈ ഒരു സെക്ടർ വളരെ അടിപൊളിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ട്രേഡ് ഡീൽ മാർക്കറ്റിന് ഒരു പുതുജീവൻ തരുന്നു എന്ന് തന്നെ ലിറ്ററലി നമുക്ക് ചിന്തിക്കാമെന്നുള്ളതാണ്. നടക്കട്ടെ. നമ്മൾ ലാസ്റ്റിൽ വലിയ പൊസിഷൻസ് ഒന്നും എക്സിറ്റ് ചെയ്തില്ല. ഇടയ്ക്കൊരു JWL കയ്യിലുണ്ടായിരുന്നു, ആ ബഡ്ജറ്റ് പ്രമാണിച്ചെടുത്തതായിരുന്നു. വലിയ മാറ്റങ്ങളില്ലാണ്ട് ഇന്നലെ ബൈയിങ് പ്രൈസിൽ തന്നെ ഓൾമോസ്റ്റ് ഞാൻ അതിനെ സെല്ല് ചെയ്തിട്ട് തിരിച്ച് നോക്കുമ്പോഴേക്കും അത് ലോസിലേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും എൻ്റെ ബൈയിങ് പ്രൈസിലേക്ക് തന്നെ തിരിച്ച് സെല്ല് ചെയ്ത പ്രൈസിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. സോ മൊത്തത്തിൽ മാർക്കറ്റിന് നോക്കുമ്പോഴേക്കും മാർക്കറ്റിലൊരു ഭയങ്കര ഒരു റിവൈവൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ സ്ക്വയർ ഓഫ് ചെയ്തില്ല, അതിനെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇൻട്രാഡേ ഒരു ചെറിയൊരു 50-60 റുപ്പീസിൻ്റെ ഒരു എമൗണ്ട് മാത്രം അവിടെ ആകത്തുള്ളൂ. ആ JWL ഇന്ന് അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ കാണിക്കുന്നുണ്ട്. ആ തിരിച്ചു വന്നപ്പോൾ തന്നെ ഓൾറെഡി പ്രോഫിറ്റിലാണ് നിന്ന്, ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അത് തിരിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കുറച്ചധികം സ്റ്റോക്സ് അവിടെ പറഞ്ഞിരുന്നു. എന്നാൽ ബഡ്ജറ്റ് പ്രമാണിച്ച് പുതിയൊരു സ്റ്റോക്ക് പറഞ്ഞില്ല. ആ ബഡ്ജറ്റിൽ ഇൻട്രാഡേ നോക്കാനുള്ള സ്റ്റോക്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള മാറ്റം വന്നില്ല. അപ്പോൾ സ്വിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അനാലിസിസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഒരു സ്വിംഗ് സെക്ടർ സ്റ്റോക്സ് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ മാർക്കറ്റ് അനാലിസിസിൽ കൂടെ കയറാം. സോ സ്വിംഗ് സെക്ടർ സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇത്രയും സ്റ്റോക്സാണ്. ഞാനിത് കോപ്പി ചെയ്തിരിക്കാം, നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇത് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് നമ്മുടെ മാർക്കറ്റ് അനാലിസിസിലേക്ക് നമുക്ക് വരാം. മാർക്കറ്റ് അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അനാലിസിസും അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യത്തില്ല. ബിക്കോസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന അതിശക്തമായിട്ടുള്ളൊരു ഹയർ വാല്യൂസിലാണ്. സോ മാർക്കറ്റ് ഡേ ടൈം ഫ്രെയിമിലേക്ക് പോയാൽ ഇത് ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഫോൾ ചെയ്തത്. 24,500-ൽ നിന്ന് 25,400-ൽ നിന്ന് നമ്മൾ വീഴുന്നതാണ്. 24,600 റേഞ്ചിലാണ് നമ്മൾ നിന്നതല്ലേ. അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് തിരിച്ച് വീണ്ടും 25,240-ക്ക് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. ഇന്നത്തെ ഒരു സെക്കൻഡ് 25,930 ആണ് കാണിക്കുന്നത്. 25,930 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 25,930 ഇങ്ങ് മേളിൽ പോയി. അത്രയും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഞാൻ. ഈ ഒരു സപ്പോർട്ട് ലെവൽ ഈ ഒരു ഏരിയ കാണുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈയിന് മേളിൽ 25,500-ന് മേളിൽ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ നല്ല സാധ്യത ഉണ്ട്. ഓൾമോസ്റ്റ് അത് തന്നെയാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു ലെവൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നമ്മൾ 4-ൽ നിന്ന് 3-ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2-ലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ ബുള്ളിഷ്നെസ്സിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണ്. സോ മാർക്കറ്റ് ഈ 25,500 to 25,800 എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു സോൾഡ് ആയിട്ടുള്ള ഒരു സമാധാനം കിട്ടുന്ന ഒരു സോണാണ്. സോ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ഏരിയയിലായിരിക്കാം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. സോ ഇതിൽ നിന്ന് തിരിച്ച് 26,000, 25,920 അവിടെ ഉണ്ട്. 880 അവിടെ നമുക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത് 26,000, 26,100, 26,240 എന്നിങ്ങനെയാണ് വരും ദിവസങ്ങളിലുള്ള അപ് ട്രെൻഡ് ലെവൽസ് എന്ന് പറയുന്നത്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ലൈൻസാണ് 25,440, 25,520, 600, 720, 800, 880,
960 എന്നിങ്ങനെ ഉള്ള ലെവൽസാണ്. അപ്പോൾ മാർക്കറ്റ് ഇതിൽ ഏത് ലൈനിൻ്റെ അടുത്താണ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴത്തെ 2 ലൈൻസ് അതിൻ്റെ സപ്പോർട്ടായിട്ടും അതിൻ്റെ മേളിലോട്ടുള്ള 2 ലൈൻസ് അതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ടും നിങ്ങൾ വെച്ചിട്ട് മാർക്കറ്റിലൊരു ട്രെൻഡിങ് മൂവ് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഞാൻ പേഴ്സണലി അവിടെ ചെയ്യുന്നുണ്ടാവും. ഓപ്ഷൻസ് ആയതുകൊണ്ട് ഞാൻ അവിടെ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാൻ എടുക്കുന്ന പ്രൈസ് പറഞ്ഞു തീരുന്നതിന് മുന്നേ നിങ്ങളുടെ പ്രീമിയത്തിനകത്ത് 30 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാവും. അവിടെ ആയിരിക്കും ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ബിക്കോസ് സ്കാൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പോയിൻ്റാണ് അയാളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രീമിയം ചിലപ്പോൾ 200-300 പോയിൻറ്റ് പോയിട്ടുണ്ടാവും. സോ ലിറ്ററലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് സ്റ്റൈൽ യു ആർ ട്രേഡിങ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വരിക. ഗ്രൂപ്പിൽ വളരെ മനോഹരമായിട്ട് ട്രേഡ് നടക്കുന്നത് കാണുന്നുണ്ട്. വളരെ സന്തോഷം. ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും ഒന്ന് കാം ഡൗൺ ആയി പോകുന്നുണ്ട്, നെഗറ്റീവ് സൈഡിലാണ്. അപ്പോൾ ക്രൂഡ് ഓയിലിന് ഒരു നെഗറ്റീവ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. 5600 എന്നുള്ളൊരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. സോ 5600, 660, 740, 800 അതിൻ്റെ സപ്പോർട്ട് ലെവൽ. താഴോട്ടാണെങ്കിൽ ഒരു 60 പോയിൻറ്റിൻ്റെ 2 ലൈൻ കൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. നാച്ചുറൽ ഗ്യാസ് നല്ലൊരു ഫോൾ സംഭവിച്ചു. നാച്ചുറൽ ഗ്യാസിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള ഇപ്പോൾ 260, 284 റേഞ്ച് ആണ്. 84 അതിൻ്റെ അടുത്ത സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത്. 308 റേഞ്ചൊക്കെ അതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നിഫ്റ്റിയാണ് എല്ലാവരും ചോദിച്ചു വന്നത്. അപ്പോൾ പിന്നെ നിഫ്റ്റിയുടെ അനാലിസിസ് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തിരിക്കാം. സോ കയറുക, അതിൻ്റേതായ ഒരു അനാലിസിസ് അവിടെ ഉണ്ടാവും. ഗ്രൂപ്പിനകത്ത് ഡൗട്ട് ചോദിക്കുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷന് ഉള്ളിലുണ്ട്. സോ അവിടെ കയറുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഈ പൊസിഷൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ ചോദിക്കുക. ഇത് ഐഡിയ ആണ്, ഞാൻ ഒരിക്കലും സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നതല്ല. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ വാച്ച് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് 10 സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 3-4 പൊസിഷൻ ഞാൻ പേഴ്സണലി എടുത്തിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് ഭാവിയിൽ കാണിക്കുന്നുണ്ടാവും. ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടേതായ ഒരു അനാലിസിസ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ കൊണ്ടുപോകുക, നിങ്ങളുടേതായ ഒരു അനാലിസിസ് ചെയ്യുക. സോ നല്ലൊരു മുന്നേറ്റ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.